പാഠം സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഐഷു ഭാഗ്യവതിയായിരുന്നു. അവളുടെ കലാലയ ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നുവല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദലഹരിയിലും മുഴുകിയ നാളുകളിലൊന്നിലാണ് സ്വാതന്ത്ര്യദിന പുലരിയും വന്നത്. അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എൻ്റെ സ്വർണ്ണച്ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ. ഗേൾസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുണ്ട്. 10ാം ക്ലാസ് കടമ്പ ഈ വർഷം കടന്നവരെല്ലാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ഐഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി. അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു. ഇതെന്തൊരത്ഭുതം എന്നായി ഐഷുവിന്. റമദാൻ മാസം തുടങ്ങും മുമ്പ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി, വിളക്ക് ചില്ലുകൾ തുടച്ചു മിനുക്കി, കിടക്കകൾ വെയിലത്തിട്ടുണക്കി, ജനാലവിരികൾ കഴുകാനെടുത്ത് കഴിയുമ്പോൾ വരുന്നൊരു പ്രകാശമുണ്ടല്ലോ. പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷമുണ്ടാവും. നാടിന് മുഴുവൻ ഇപ്പോൾ അങ്ങനെയൊരു വെളിച്ചം തെളിച്ചം. അതെവിടെന്ന് വന്നു? കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ. രാത്രി ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ? എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെ ചലനങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ്. ഇനി വെള്ളക്കാരില്ല, അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല, വെള്ളപ്പട്ടാളമില്ല, നാട്ടുസായിപ്പന്മാരുമില്ല. നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും. സമത്വ സുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം. അതെങ്ങനെയാണ് എന്നൊന്നും ആർക്കും ഉറപ്പില്ല. എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ അതുണ്ട്. അത് സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുമുണ്ട്. പിന്നെയുമുണ്ട് ഏറെ പ്രതീക്ഷകൾ. ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല. അത് മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും. ഇനി ഹുണ്ടിക പിരിവുകാരില്ല. മുതലാളിമാരുടെ റൗഡിപ്പടകളില്ല. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല. പൂഴ്ത്തിവയ്പ്പുകാരില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് BA-ക്കാരും LLB-ക്കാരും ഒക്കെയാകും. സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം. പോരാ പോരാ, നാളിൽ നാളിൽ ദൂരമുയരട്ടെ ഭാരത ക്ഷമാദേവിയുടെ തൃപ്പതാകകൾ. അതാ ആ പതാകകളാണ്. എവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു. സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും കിട്ടി നടുവിൽ ചക്രമുള്ള കൊച്ചു മൂവർണ്ണ കൊടികൾ. അസംബ്ലിയിൽ മുതിർന്നവരായി നിന്ന് ഐഷുവും കൂട്ടുകാരും ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു. എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി, സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി, പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി, പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആഹ്ലാദത്തിൻ്റെ ഒരു തിരയുയർത്തി. ശേഷം പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറി. പതാകയ്ക്ക് സല്യൂട്ട്! എന്തൊരഭിമാനം, എന്തൊരാഹ്ലാദ നിമിഷം! പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ദേശഭക്തി ഗാനം. വന്ദേ മാതരം സുജലാം സുഫലാം. എത്ര സുന്ദരവും സുരഭിലവുമാണ് എൻ്റെ നാട്! എത്ര അഭിമാനിക്കാവുന്നതാണ് സ്വതന്ത്ര ഭാരതത്തിലെ പൗരത്വം! ഇനി ഘോഷയാത്രയാണ്. പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായി അങ്ങനെ. ഭാരത് മാതാക്ക് ജയഭേരികൾ മുഴക്കി അവർ നടന്നു നീങ്ങി. വടക്കേ നടയിൽ നിന്നുത്ഭവിച്ച് ചേരമാൻ പള്ളിക്ക് മുമ്പിലൂടെ ചേരമാൻ പറമ്പും കടന്ന് കായൽക്കരയിലൂടെ പടിഞ്ഞാട്ട് പുഴയോടൊപ്പമൊഴുകി അഴീക്കോട് കടപ്പുറത്തെത്തി. അഴീക്കോട് സ്കൂളിലെ കുഞ്ഞ് കൈവഴിയെ ലയിപ്പിച്ച് കടപ്പുറം ചുറ്റി തിരിഞ്ഞൊഴുകി. അങ്ങനെ ദൂരം അവരറിഞ്ഞില്ല, സമയം അവരറിഞ്ഞില്ല. അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു, നിറഞ്ഞ പ്രതീക്ഷയിലും. അവരുടെ ഭാവി എത്ര വർണ്ണശബളം!